എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ ഒരു ഹാർട്ട് ടച്ചിങ് എമോഷണൽ എപ്പിസോഡായിരുന്നു, നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുക. എങ്കിലും ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞങ്ങ് പോകാം. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീ ശാരദയെ കൊണ്ട് വിഷ്ണു എടുത്ത ഓട്ട പൂജിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ശ്യാമയും നമ്മുടെ എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പം മാഷിനെ കൊണ്ട് തിരി തെളിയിച്ച് ശാരദ അത് പൂജിച്ച് അനുഗ്രഹിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വിഷ്ണു പറയുന്നു നമ്മളിനി അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ പപ്പിമോളെയും സത്യയും അതുപോലെ ശാലിനിയും കൂടെ ഓട്ടോയിൽ കയറുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്യാമയ്ക്ക് ചെറിയൊരു കുശുമ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്യാമ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ മാഷ് പറയുന്നു ഇനി ഇവരെ പറ്റി ചിന്തിക്കുകയേ വേണ്ട, ഇവരിനി നല്ല രീതിയിൽ അങ്ങ് പൊക്കോളും എന്ന് പറയുന്നു. ഇവരെ കൊണ്ടുള്ള ആദി ശാരദയ്ക്ക് തീരും എന്നുള്ള കാര്യമൊക്കെ മാഷങ്ങ് പറയുകയാണ്. പിന്നീട് നമ്മുടെ സത്യഭാമയാണെങ്കിൽ കിട്ടിയ 10 ലക്ഷം ബാങ്കിൽ കൊണ്ടിടാൻ 100 പറയുന്നുണ്ട്, കാരണം വീട്ടിൽ വയ്ക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ സത്യഭാമ ഒരുങ്ങി പുറത്തേക്ക് വരുന്ന സമയത്ത് രാഘവൻ നായർ ഒരുങ്ങിയിട്ടൊന്നുമില്ല. അപ്പം രാഘവൻ നായരോട് സത്യഭാമ പറയും എത്ര നേരമായി പറഞ്ഞിട്ട്, പോയി ഒരുങ്ങാൻ പറയും. അപ്പം പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. അല്ല നിങ്ങളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, 100 ഇപ്പോൾ വരുമെന്ന് പറയും. അപ്പം 100 അങ്ങോട്ടേക്ക് വരും. അപ്പം 100 ചോദിക്കും നമ്മളെങ്ങനെ പോകുമെന്ന് ചോദിക്കും. നമുക്ക് ഇറങ്ങി വല്ല വണ്ടിയിലും പോകാമെന്ന് പറയും. അല്ല വേണ്ട, ഇത്രയും പൈസ കയ്യിലല്ലേ, ഞാൻ എന്തായാലും ഓട്ടോ വിളിച്ചിട്ട് വരാം, 2 മിനിറ്റ് അപ്പോഴത്തേനും നിങ്ങൾ റെഡിയാകാൻ പറയും. അങ്ങനെ രാഘവൻ നായർ അകത്തേക്ക് റെഡിയാകാൻ പോവുകയാണ്. അപ്പോൾ റെഡിയാകാൻ പോകുന്ന സമയത്ത് സത്യഭാമേനെ വിളിക്കുന്നു. ഭാമ ഇങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ ഭാമയെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ 100 ഇങ്ങനെ പോകുന്ന സമയത്ത് 2 ഗുണ്ടകൾ ബൈക്കിൽ ഇങ്ങനെ അകത്തേക്ക് വരുന്ന കാണുന്നുണ്ട്. പക്ഷേ അവൾ അന്നേരം വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇവർ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇവളെ. പിന്നീട് ഇവർ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ കയ്യിലിരുന്ന 10 ലക്ഷം ഇവർ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ സത്യഭാമ ഒച്ചയും ബഹളമൊക്കെ ചെയ്യുന്നു. അപ്പോൾ പറയുന്നു ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസാനമായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് മിക്കവാറും സുബേറിക്കയുടെ അല്ലെങ്കിൽ നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ പറഞ്ഞു വിട്ട ഗുണ്ടകളാണെന്ന് തോന്നുന്നു. അങ്ങനെ കാരണം എല്ലാം അറിയുന്ന ഒരാളായിരിക്കണം ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ വീട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്നു. അപ്പോൾ ഇത് രാഘവൻ നായർ അങ്ങനെ വയ്യാതെ വീണ് കിടക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ 100 വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് വിഷ്ണുവും ശാലിനിയും എല്ലാവരും കൂടെ ഓട്ടോ പൂജയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ അർച്ചനയൊക്കെ കഴിക്കുകയാണ് ഓട്ടോശ്രീയുടെ പേരിൽ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പിരിയുന്ന സമയത്ത് നമ്മുടെ ശാലിനി പറയും ശ്രീ, നല്ല പേര്, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ രോഹിത്തിനെ കാണാൻ ശ്യാമയും പോകുന്നുണ്ട്. അതുപോലെ ഭാമയൊക്കെ പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. നാളത്തെ നല്ലൊരു എപ്പിസോഡായിരിക്കും. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.